ചിന്നു എന്ത് വിളിച്ചത്? ഇത് നോക്ക്. അയ്യോ എന്തോന്നു? ഉണ്ണിയപ്പോ അടിപൊളി. ഉണ്ണിയപ്പായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ പഞ്ചായത്തിൽ കഞ്ഞിവീത്തം വല്ലതും ഉണ്ട്. ഉണ്ണിയപ്പം മാത്രമല്ല അമ്മത്തിന് പ്രസാദം എല്ലാം ഉണ്ട്. അടിപൊളി. മധുരത്തിന് ശർക്കര കരിപ്പട്ടി എല്ലാം ഇട്ടിട്ടുണ്ട്. കരിപ്പട്ടിയിട്ട് ശർക്കര? കരിപ്പട്ടിയിട്ട ശർക്കരയല്ല, കരിപ്പട്ടിയിട്ട ഉണ്ണിയപ്പം. അതന്നെ. അല്ലെങ്കിൽ തന്നെ ആര് കഴിക്കാൻ പോണതൊക്കെ കരിപ്പട്ടിയിട്ട ഉണ്ണിയപ്പം? കരിപ്പട്ടിയിട്ട ഔഷധമാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കണത്. അതിന് കഴിച്ചു. ഇതൊക്കെ ആര് കഴിക്കാൻ പോണതൊക്കെ? കഴിക്കൂല. രാമൻ പോലും കഴിക്കൂല ഇതൊന്നും. രാമൻ പോലും കഴിക്കൂല ചേട്ടത്തി കാര്യം എന്ത്? അയ്യ അത് മനസ്സിലായില്ലേ? ലോക്കൽസ് പോലും കഴിക്കൂല, പിന്നെയാണ് സ്റ്റാൻഡേർഡ് ഉള്ള വരുന്നത്. എന്റെ ഭർത്താവിന് നീ പറയണ്ട കേട്ടാ. അണ്ണാ കഴിക്കാൻ അങ്ങോട്ട്. അത് തന്നെ. രവിയേട്ടാ വരണ്ട. അല്ല ഞാനേ പിന്നെ കഴിക്കാൻ ചിന്നു. വേണ്ട ഇപ്പൊ കഴിച്ചാ മതി. എടുക്ക് അണ്ണൻ കഴിക്കണില്ലേ മാമ? മാമ കഴിക്കും. മാമ ഉള്ള ഷുഗർ അത്രയുണ്ട്. ഇത് കഴിച്ച എവിടെയും കിറുകി കിടന്നാൽ ഞാൻ മാത്രമേ കാണുള്ളൂ. അയ്യോ കിറുകോ ഞാൻ നോക്കട്ടെ. എടുക്ക് മാമ, എടുക്ക് മാമ എടുക്ക്. പിങ്കി എടുത്താ നിന്റെ കൈ ഞാൻ വെട്ടും. നീ എടുത്തില്ലെങ്കിൽ നിന്റെ വാ ഞാൻ വെട്ടും. എടുക്ക്. ഞാൻ എടുക്കട്ടെ. എടുക്കാനല്ലേ പറഞ്ഞേ? അണ്ണാ എടുക്കണ്ട. ചിന്നു ഞാനേ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഒത്തിരി കഴിക്കും. ഞാൻ കുറച്ച് ഒത്തിരി കഴിക്കും. കണ്ണുവച്ച് ശ്വാസം പെടണ എന്തൊന്നു ചാവും. അണ്ണനെ വീട്ടിൽ കയറ്റില്ല കേട്ടോ. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഉണ്ണിയപ്പം കൊടുത്തോണ്ടെ വീട്ടിൽ കയറ്റൂല. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാമോ മാമ? സൂപ്പർ മാമ തന്നെ. പറട്ടെ, സൂപ്പർ മാമനൊക്കെ കൊള്ളാം. ലഹള തുടങ്ങിയിട്ടുണ്ട്, ഇടപെടേണ്ടി വരും കേട്ടാ. എനിക്കല്ലോ നിങ്ങൾ എന്റെ കൂടെ എന്താ ചെയ്താ പ്രശ്നമാവോ? കാര്യം പറയാൻ പാ. പിന്നെ പിങ്കി വരണ്ട. ഞാൻ പറഞ്ഞു. അല്ലേലും ആര് തരണം? നീ നിന്നടിയത് കൊള്ളാല്ലേ? സൂപ്പർ അല്ലേ? അയ്യോ പിന്നെ എന്റെ ഭാര്യ ചെയ്തതിന് എന്താണ് കുഴപ്പം? നിന്റെ ഭാര്യ ചെയ്തതിന് തെറ്റ്. നീ എന്ത് ഇങ്ങനെ ചൂടാവണേ? പിന്നെ ചൂടാവാൻ എന്റെ ഭാര്യ ആരും പറയാതെ വേണ്ട. നിന്റെ ഭാര്യ പറയും. നീ മണിയെ പറഞ്ഞതിന്. എന്റെ ഭാര്യ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ട് വന്നപ്പോ നിങ്ങൾക്ക് ആർക്ക് വേണ്ട? നിങ്ങളെ ഭാര്യ എന്തിനു പറഞ്ഞ? ഉണ്ണിയപ്പം കഴിക്കണമെങ്കിൽ അത് വീട്ടിൽ ഉണ്ടാക്കണം. അല്ല ഇവിടെ അല്ല. പിന്നെ ഒരു കാര്യം വേണ്ട. മണി ആവശ്യമില്ലാതെ ഒന്നും പറയില്ല. അവള് പറഞ്ഞല്ലേ ശരിയാണ്. ഇപ്പൊ പറഞ്ഞതെല്ലാം ആവശ്യമില്ലാത്തായിരുന്നു. ഒരു ആവശ്യമില്ലാതെ അത് ചിന്നു പറഞ്ഞാണ് തെറ്റ്. ചിന്നു ചെയ്തേ തെറ്റ്. ഉണ്ണിയപ്പം കൊണ്ട് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. അഥവാ ഉണ്ടാക്കി തന്നെ മണിക്ക് കൊടുക്കണമായിരുന്നു. അല്ല മണിയുടെ വീട്ടിൽ വന്നിട്ട് മണിയിൽ ചൂടാവല്ലേ? നിങ്ങൾ കുറെ മണി അടിച്ചോണ്ടാണ്. ഞാൻ മണി അടിച്ചു കൊടുക്കും. നീ നിന്റെ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനു? ചാടി ഒരെണ്ണം കൊറ. ചാടി ഞാൻ കൊടുക്കാൻ സർക്കസിലെ കരടിയാ. കരടിയാ പുലിയെന്ന് കാണിച്ചിരാം. നീ അങ്ങനെ നിനക്ക് നാണമില്ലേ? അതെ എനിക്ക് നാണമില്ലേ? മണിയെ പറ്റി പറയണ ചിന്നു പറയണില്ലേ? അത് കേട്ട് സപ്പോർട്ട് ചെയ്യണമായി. ഭാര്യമാരെ പറ്റി അടി ഉണ്ടാക്കണ്ടല്ലേ നിങ്ങള്? ഞാൻ ഭാര്യമാരെ പേരൊന്നും അടി കൂടില്ല. എനിക്കൊരു ഭാര്യയുള്ളൂ. എന്റെ അച്ഛനാരെ അറിഞ്ഞു. അവന്റെ ഭാര്യ ചെയ്യണല്ലേ ശരി. എന്റെ തീയും ഇത് ശരിയാവില്ല. ഇല്ല ഇങ്ങനെ ഭാര്യ ചെയ്യണം മാത്രമല്ല കറക്റ്റ്. എന്റെ ഭാര്യ ചെയ്യണല്ലേ ശരി. നീ കൂടുതലൊന്നും പറയുന്നു വേണ്ട. ഞാൻ കൂടുതലല്ല കുറച്ചേ പറഞ്ഞു. നീ അടിക്കോടാ. അതെ അവര് പോയി. ഇനി അവരെല്ലാം വിളിച്ചോണ്ട് വരും. കത്തി കയറിക്കോണം. പിന്നെ എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? നിങ്ങൾ ആക്ടിങ് കുറച്ച് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ആക്ടിങ് വേറെ മോശമായിരുന്നു. ഇങ്ങനെ ചുമ്മാ എന്നാ പോലെ നിങ്ങൾക്ക് വല്ല അറിയാമോ ആക്ടിയെ? ഞാൻ എന്തിനു പറയാ? നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ മഴക്കൂടുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാൻ പറ്റൂ? ഞാൻ തന്തയാടാ പ്രായം തന്നെ. മാമ ഒന്നുകൂടി ഉഷാറായിട്ട് നില്ല മാമ. ശരി ഇങ്ങനെ പിന്നെ നീ ഒന്ന് അടിക്കും. പിന്നെ അല്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെ പറയണ്ട. ഈ വീട്ടിൽ ഒന്നും പറയണ്ട. ഇത് മണിയുടെ വീടാണിത്. അതുകൊണ്ട് പേടിച്ച് ഓച്ചാനിക്കണ്ട. പേടിച്ച് ഓച്ചാനിക്കാൻ നിൽക്കണോടാ. നീ ഭാര്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട ഇവിടെ. അമ്മ എന്തോ അമ്മ നോക്കിക്കൊണ്ടിരിക്കണേ. ഇടപെടാ അപ്പച്ചി. പിന്നെ ഭാര്യക്ക് വേണ്ടി വക്കാലത്ത് അങ്ങനെ. നാടകം കഴിഞ്ഞോ? നാടകോ? എന്താ പറയണേ? പൊക്കി അതെ മാമന്റെ ആയിരുന്നു ഐഡിയ. അയ്യടാ. അതെ നാത്തൂമാരാവുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും
അടി ഉണ്ടാക്കും, ചിലപ്പോൾ സ്നേഹിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പൊളിക്കാൻ വേണ്ടിട്ടേ. നിങ്ങൾ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അത് ഇത്രയും വൃത്തിയുടെ നാടകം സത്യം അളിഞ്ഞ നാടകമായി പോയി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നായോ? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെ സോൾവ് ഒന്നും ആയില്ല. എങ്കിലും മണിയെ കാണണം എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് ഇത്രയും ആഗ്രഹത്തോട് വന്ന എന്നെ മൈൻഡ് അടിക്കാതിരുന്നത് ശരിയായില്ല. അതെനിക്ക് വിഷമം വന്നു. നീ സാധാരണ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം മണീന്ന് വിളിച്ചോണ്ട് വന്ന് കെട്ടിപ്പിടിക്കേണ്ട നീ ഇന്ന് വന്നപ്പോ നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്റെ മുഖത്ത് നോക്കിയ നീ. ഞാൻ നോക്കിയല്ല മുഖത്ത്. ഞാൻ നോക്കുമ്പോ നോക്കണ്ടേ, എന്നല്ലേ ഞാൻ കാണുള്ളൂ. അങ്ങനെയൊക്കെ നിയമമുണ്ടാ? എന്തായാലും ഉള്ളിത്തീര് ചേട്ടന് മാത്രം കൊടുക്കാന്നല്ലേ പറഞ്ഞത്. നീ വലിയ ജാട കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഒന്ന് ചൊറിയാന്നു. അപ്പൊ ചൊറിയാൻ വേണ്ടി ചെയ്ത തന്നെ സമ്മതിച്ച് ചെറുതായിട്ട്. അപ്പൊ അത് ഏറ്റ് എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറി. അതാണ് ഞാൻ മടങ്ങി പോയത്. എന്നിട്ട് നീ ഉണ്ണിയപ്പം കൊണ്ടൊന്നും എന്നെ വിളിച്ചില്ലല്ലോ, എല്ലാരും വിളിച്ചു പേരെടുത്ത് വിളിച്ചല്ല എന്നെ വിളിച്ചാ. വിഷമം വന്നാ അത് അറിയിക്കാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. ഈ ഒരുമാതിരി LKG പിള്ളേരെ പോലെ രണ്ടും കൂടി. അയ്യോ ഇവര് വളർന്നു വലിയ ആൾക്കാർ. മണിക്കുള്ള ഉണ്ണിയപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ മാറ്റി വെച്ചാണ്? നീ കാണാത്തൊരു സ്ഥലത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചാൽ നന്നായി, അല്ലെങ്കിൽ കിട്ടൂലായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒന്നായത് അത് മതി. മോഹരിക്കണോ? എന്താ കേട്ടോ ചേട്ടന്റെ കുഴപ്പം? ഉണ്ണിയപ്പം മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ണിമാവനാ? ഉണ്ണിയപ്പം അപ്പൊ 2 എണ്ണം എനിക്കും അണ്ണനും കൂടെ ഇടും. അതിന് ഞാൻ ഒരെണ്ണേ മാറ്റി വെച്ചിട്ടുള്ളൂ. അതെ നമുക്ക് അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഒന്നും വേണ്ട അല്ലേ അണ്ണ? നിങ്ങൾ വേണ്ടായിരുന്നേ. ഞാൻ ആർക്ക് വേണ്ടിട്ട് ഉള്ളിത്തീയൽ ഉണ്ടാക്കിയെന്നറിയോ? എനിക്ക് ഏതാണ്, എനിക്ക് വിശക്കണം. എടുത്തു പോയി എടുത്ത് കഴി. വാ അങ്ങോട്ട് എടുത്താ.